അപ്പോൾ കൊളോയിഡൽ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മുടെ സയൻറ്റിസ്റ്റ് തോമസ് ഗ്രഹാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു പാർച്ച്മെന്റ് മെംബ്രെയിനിലൂടെ ഓരോ സൊല്യൂഷൻസ് ഡിഫ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിരുന്നു. അപ്പോൾ പല സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഷുഗർ, സോൾട്ട് പോലത്തെ സൊല്യൂഷൻസ് വളരെ പെട്ടെന്ന് റെഡിലി അവർ ഡിഫ്യൂസ് ചെയ്ത് പോയി മെംബ്രെയിനകത്ത് കൂടെ. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജെലാറ്റിൻ, ഗ്ലൂ, ആൽബുമിൻ എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസ് വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു റേറ്റിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഡിഫ്യൂസ് ചെയ്ത് പോയുള്ളൂ. അപ്പോൾ ഈ റെഡിലി ഡിഫ്യൂസ് ചെയ്ത ആൾക്കാരുടെ നമ്മുടെ സ്ട്രക്ചറൊക്കെ നോക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും, ഒരു ക്രിസ്റ്റലൈൻ ഫോമിലാണ് അവരെ കാണുന്നത്. അപ്പോൾ ഷുഗറും സോൾട്ടൊക്കെ എന്താണ്, ക്രിസ്റ്റലൈൻ ഫോമിലാണ്. അപ്പോൾ അയാൾ എന്ത് വിളിച്ചു, ക്രിസ്റ്റലോയിഡ്സ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂ, ജലാറ്റിൻ എന്ന് പറയുന്നത് എന്ത് ഫോമാണ്, അമോഫസ് ഫോംസിലായതുകൊണ്ട് അവർ ഗ്രഹാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ സ്ലോലി മൂവ് ചെയ്യുന്നവരെ എന്താ വിളിച്ചത്, കൊളോയിഡ്സ് എന്ന് വിളിച്ചു. അതിനുശേഷം കുറേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം ഗ്രഹാമിന് എന്ത് മനസ്സിലായി, ഇവർക്ക് തമ്മിൽ ഒരു അത്ര ഷാർപ്പ് അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ നമുക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റലോയിഡൽ അല്ലെങ്കിൽ കൊളോയിഡൽ അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻസ്, അവിടെ എന്ത് കണ്ടീഷനാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പ്രോപ്പർട്ടീസ് വരുന്നത്. അല്ലാതെ അവരെ നമുക്ക് റിജിഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഗ്രഹാമിന് മനസ്സിലായി. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് എടുത്തു, ആ സോപ്പിനെ നമ്മൾ വെള്ളത്തിൽ അക്വസ് ഡിസ്പേർഷൻ ആക്കി മാറ്റി, സോപ്പിനെ അക്വസ് വാട്ടറിൽ ഡിസോൾവ് ആക്കി. അപ്പോൾ അവരെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അവരെന്ത് കാണിക്കുന്നുണ്ട്, കൊളോയിഡൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. പകരം നമ്മൾ അവരെ ആൽക്കഹോൾ, വെള്ളത്തിന് പകരം ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ് ആക്കുന്നത് വെച്ചാൽ അവരെന്ത് ബിഹേവിയർ കാണിക്കുന്നത്, ക്രിസ്റ്റലോയിഡ് ബിഹേവിയർ. അപ്പോൾ സെയിം സബ്സ്റ്റൻസ് ആണ്. സോപ്പ് എന്ന് പറയുന്ന ആള് അക്വസ് ഡിസ്പേർഷൻ ആണ് ഈ കൊളോയിഡൽ ബിഹേവിയറും, ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ് അവരെന്ത് ബിഹേവിയർ കാണിക്കുന്നത്, ക്രിസ്റ്റലോയിഡ് ബിഹേവിയർ. അപ്പോൾ ക്ലിയർ ആയിട്ട് അവരെ റിജിഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവരെന്ത് കണ്ടീഷൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ക്രിസ്റ്റലോയിഡ് ആണോ കൊളോയിഡലാണോ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സബ്സ്റ്റൻസിനെയും നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കൊളോയിഡൽ സബ്സ്റ്റൻസ് അവരുടെ കണ്ടീഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസിനെയും നമുക്ക് എന്ത് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും, കൊളോയിഡൽ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊളോയിഡൽ സ്റ്റേറ്റിക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്ത ഏതൊരു സബ്സ്റ്റൻസിനെ നമുക്ക് എന്താക്കി മാറ്റാം, ഒരു കൊളോയിഡൽ സിസ്റ്റം അല്ലെങ്കിൽ കൊളോയിഡൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻസ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് വരുന്നത്. ജനറലി ട്രൂ സൊല്യൂഷൻസ് വരുന്നുണ്ട്, സസ്പെൻഷൻസ് വരുന്നുണ്ട്, അതുപോലെ കൊളോയിഡൽ സൊല്യൂഷൻസ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻസ് നമുക്ക് പൊതുവെ അറിയുന്ന സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്, ട്രൂ സൊല്യൂഷൻസ്. അപ്പോൾ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് അത് വെച്ചിട്ട് നമുക്ക് അവരുടെ ക്യാരക്ടേഴ്സ് പറയാം. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവർ ഹോമോജീനസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ഭാഗത്തും ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. ഒരു സ്ഥലത്ത് കൂടുതൽ സ്വീറ്റും വേറെ വെള്ളത്തിന്റെ ഭാഗത്ത് കുറവ് സ്വീറ്റ് ആയിട്ടുള്ള നമുക്ക് പിരിയാം. എല്ലാ ഭാഗവും സെയിം സ്വീറ്റ്നെസ് ആണ് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോജീനസ് സൊല്യൂഷൻ ആയിരിക്കും. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഒരുപോലെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ പറയുന്ന പ്രോപ്പർട്ടി അവരുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 0.1 to 1 നാനോമീറ്ററിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഷുഗർ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. നമുക്ക് എന്തല്ല, നോട്ട് വിസിബിൾ വിത്ത് ദ നേക്കഡ് ഐ. ഒരു പവർഫുൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താലും നമുക്കത് എന്താവില്ല, വിസിബിൾ ആവില്ല. പിന്നെ അവരെന്ത് ചെയ്യണം, റാപ്പിഡായിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഷുഗർ അതൊന്ന് താഴെ വന്ന് അടിയുന്നുണ്ടോ, ഇല്ല. ലോങ് സ്റ്റാൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നില്ല, സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. അതുപോലെ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല, റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ 3 പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത്. ട്രൂ സൊല്യൂഷൻ എക്സാമ്പിൾ വരുന്നത് NaCl ഇൻ വാട്ടർ അല്ലെങ്കിൽ ഷുഗർ ഇൻ വാട്ടർ. അവരെന്ത് ക്യാരക്ടർ കാണിക്കും, ഹോമോജീനിയസ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അവരുടെ ഡയാമീറ്റർ എന്താണ്, 0.1 to 1 നാനോമീറ്റർ ആണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് നേക്കഡ് ആയോ മൈക്രോസ്കോപ്പോ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരെ വിസിബിൾ ആയിരിക്കില്ല. പിന്നെ അവരെന്താണ്, റാപ്പിഡായിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് സ്റ്റാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നില്ല, സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് വരുന്നത്, ഒരു
ഒരു സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഡ് ചെയ്ത് കിടക്കുക. പാർട്ടിക്കിൾസ് നിങ്ങൾ എന്ത് സൊല്യൂഷനിൽ എടുക്കണം, എന്ത് സോൾവെന്റിൽ എടുക്കണം, അതിനകത്ത് സസ്പെൻഡ് ചെയ്ത് കിടക്കും. ഇപ്പൊ സാൻഡ് മണൽ നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാനകത്ത് മണലിനകത്ത് കുറെ തരികളും കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ അതിൽ ഡിസോൾവ് ആയി പോവില്ല, അതങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് സസ്പെൻഡ് ചെയ്ത് കിടക്കും. അപ്പൊ സസ്പെൻഷൻ എക്സാമ്പിൾ ആണ് സാൻഡ് ഓർ ബേരിയം സൾഫേറ്റ് ഇൻ വാട്ടർ. അപ്പൊ ഇതെന്തായിരിക്കും, ഒരുപോലെയാണോ സാൻഡ് വെള്ളത്തിൽ കിടക്കുന്നത്? ചില ഭാഗത്ത് കല്ലുകൾ ഉണ്ടാവും, ചില ഭാഗത്ത് കല്ലുകൾ കുറവായിരിക്കും, കല്ലിന്റെ പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ചളി ചില ഭാഗത്തൊന്നും കൂടെ കൂടുതലായിട്ട് നമുക്ക് കാണാം മണ്ണ് പുരണ്ട് കിടക്കുന്നത്. അപ്പൊ അവരെന്താണ്, ഹെട്രോജീനസ് സിസ്റ്റ് ആയിരിക്കും. അവരുടെ പാർട്ടിക്കിൾസ് എന്താണ്, വളരെയധികം ലാർജ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ നേക്കഡ് ഐ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്രോസ്കോപ്പിലെങ്കിൽ അവരെന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും. പിന്നെ അവരുടെ ഡയമീറ്റേഴ്സ് വരുന്നത് 1000 നാനോമീറ്ററിലാണ്. അതുപോലെ തന്നെ അവരെന്താണ്, ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കാണിക്കില്ല. ഡു നോട്ട് ഷോ എനി ഒബ്സർവബിൾ ഡിഫ്യൂഷൻ. പക്ഷെ അവരെന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കല്ലും സാൻഡിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ്സ്, എക്സാമ്പിൾ സാൻഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ BaSF4 ഇൻ വാട്ടർ ഹെട്രോജീനസ് സിസ്റ്റ് ആണ്. നമുക്ക് നെക്ഡ് ഐ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് വിസിബിൾ ആയിരിക്കും. ഡയമീറ്റർ വരുന്നത് എന്താണ്, 1000 നാനോമീറ്റർ ആയിരിക്കും. പിന്നെ എന്താണ്, അവർ ഡിഫ്യൂഷൻസ് കാണിക്കുന്നില്ല, ഗ്രാവിറ്റിയിൽ അവർ സെറ്റിൽ ഡൗൺ ചെയ്യും. ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇവരുടെ രണ്ടുപേരുടെ ഇടയിലും നമ്മുടെ സസ്പെൻഷന്റെയും ട്രൂ സൊല്യൂഷന്റെയും ഇടയിൽ വരുന്ന ഒരാളാണ് എന്ത്, കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ ഡിസ്പേർഷൻ. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ പഠിക്കുക, സ്റ്റാർച്ചിന്റെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ ഡിസ്പേർഷൻ, വെള്ളത്തിനകത്തുള്ള ഡിസ്പേർഷൻസ് ആണ് കൊളോയിഡൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവരെന്താണ്, രണ്ട് എക്സ്ട്രീം ട്രൂ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും രണ്ട് എക്സ്ട്രീംസ് ആണ് ഇവർ രണ്ടുപേരും. ഇവരുടെ രണ്ടായിരം ഇന്റർമീഡിയറ്റ് വരുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ ഡിസ്പേർഷൻ. ഇനി അവരുടെ ക്യാരക്ടേഴ്സ് പറയുന്നത് ഇവർ എന്തായിരിക്കും, ഹെട്രോജീനസ് സിസ്റ്റം ആയിരിക്കും. ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾസ് എന്താണ്, ലാർജർ ആയിരിക്കും, നമ്മുടെ മോളിക്യൂൾസിനെക്കാളും ഒന്നും കൂടെ ലാർജ് ആയിരിക്കും. നമുക്ക് എന്താണ് ഒരു പക്ഷെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് കാണേണ്ട അത്ര ലാർജ് ആവില്ല. മോളിക്യൂൾസിനെക്കാളും ലാർജർ ആയിരിക്കും, പക്ഷെ മൈക്രോസ്കോപ്പിൽ കാണേണ്ട അത്ര സൈസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരുടെ ഡയമീറ്റർ എന്താണ്, 1 to 1000 നാനോമീറ്റർ. ട്രൂ സൊല്യൂഷന്റെ ഡയമീറ്റർ 1 ആയിരുന്നു, സസ്പെൻഷന്റെ ഡയമീറ്റർ 1000 ആണ് വരുന്നത്. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 to 1000 നാനോമീറ്ററിന്റെ ഇടയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ അവരെന്താ, ഡിഫ്യൂഷൻസ് കാണിക്കുന്നുണ്ട്, പക്ഷെ ലോവർ റേറ്റിലായിരിക്കും എന്ത് കാണിക്കുന്നത്, ഡിഫ്യൂഷൻ. ട്രൂ സൊല്യൂഷന്റെ അത്ര തന്നെ ഡിഫ്യൂഷൻസ് ആര് കാണിക്കില്ല, കൊളോയിഡൽ സൊല്യൂഷൻസ് കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ സസ്പെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻസ് എന്ത് ചെയ്യൂല, സെറ്റിൽ ഡൗൺ ചെയ്യൂല. അതുപോലെ ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീറ്റെയിൻ ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇൻ വാട്ടർ, പിന്നെ രണ്ട് എക്സ്ട്രീമിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് വരുന്നത്. ഹെട്രോജീനസ് സിസ്റ്റ് ആണ്. പാർട്ടിക്കിൾസ് മോളിക്യൂൾസിനെക്കാളും ലാർജർ ആണ്, പക്ഷേ എന്തെല്ലാം മൈക്രോസ്കോപ്പിൽ കാണേണ്ട അത്ര തന്നെ ലാർജർ അല്ല. ഒരു ഡയമീറ്റർ വരുന്നത് എന്താണ്, 1 to 1000 നാനോമീറ്റർ ആണ് വരുന്നത്. പിന്നെ ഡിഫ്യൂഷൻസ് കാണിക്കുന്നുണ്ട്, പക്ഷെ ട്രൂ സൊല്യൂഷൻസിന്റെ അത്ര ഡിഫ്യൂഷൻസ് ഇല്ല, ലോവർ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻസ് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ വരുന്ന പോയിന്റ് എന്താണ്, സസ്പെൻഷൻസിന്റെ പോലെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, റീറ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്, പാർട്ടിക്കിൾ സൈസിനെ വെച്ചിട്ടാണ് നമുക്ക് കാര്യമായിട്ടുള്ള ഡിഫറൻസ് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്തില്ല, ഒരു ഷാർപ്പായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു ഡിവൈഡ് ചെയ്യുന്ന സെപ്പറേറ്റിംഗ് ക്യാരക്ടേഴ്സ് ഇല്ല. അവരെന്താണ്, ഒരു ട്രൂ സൊല്യൂഷന് കൊളോയിഡൽ സൊല്യൂഷനിലൂടെ സസ്പെൻഷൻക്ക് മാറാണ്, അതായത് ഒരു ട്രാൻസിഷൻ ആണ് ഉണ്ടാവുന്നത് കേട്ടോ. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഷാർപ്പായിട്ടുള്ള ഡിഫറൻസ് ഇല്ല, ഒരാൾ ഒന്നിൽ നിന്ന് ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്തിട്ടാണ് അവരുടെ ക്യാരക്ടേഴ്സിന് മാറ്റം വരുന്നത്. പക്ഷെ എന്നാൽ അവർക്ക് എന്തുണ്ട്, ഓരോന്നിനും ചില പ്രോപ്പർട്ടീസ് എന്തായിട്ട് വരുന്നുണ്ട്, യുണീക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ആ യുണീക്ക്
ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, കൊളോയിഡൽ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ സിംപ്ലി നമുക്ക് സൈസ്, പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നതാണ് നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ കൊളോയിഡൽ സ്റ്റേറ്റ് ഇഫ് ദ പാർട്ടിക്കിൾ ഓഫ് വൺ ഓഫ് its അല്ലെങ്കിൽ or more of its components have size in the range 1 to 1000 നാനോമീറ്റർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷനകത്ത് ഒന്നോ അതിൽ കൂടുതലോ പാർട്ടിക്കിൾസിന്റെ ഡയാമീറ്റർ 1 to 1000 നാനോമീറ്ററിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് നമുക്ക് എന്ത് സ്റ്റേറ്റിലാണെന്ന് പറയാം? കൊളോയിഡൽ സ്റ്റേറ്റിലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വിചാരിച്ചാല് പാർട്ടിക്കിൾ സൈസ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ഷാർപ്പ് ആയിട്ടുള്ള ഡിവൈഡിങ് ലൈൻസ് ഇവർക്കിടയിലില്ല. പകരം ഓരോ ക്യാരക്ടേഴ്സും എന്താണ്, ഒരു ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. അവിടെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ചില പ്രോപ്പർട്ടീസ് എന്താണ്, യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ മറ്റേ രണ്ടാളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്, കൊളോയിഡൽ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സൈസ് വെച്ച് പറയുകയാണെങ്കിൽ 1 to 1000 നാനോമീറ്റർ കാണിക്കുന്ന ഒരു കമ്പണന്റ് അല്ലെങ്കിൽ അത് കൂടുതൽ കമ്പണന്റ് ആ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിക്കും? കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി കൊളോയിഡൽ സൊല്യൂഷന്റെ ഡെഫിനിഷൻ വരാം. അപ്പൊ അതിനെ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോപ്പർട്ടീസിനെ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെട്രോജീനസ് സിസ്റ്റം ആണ്. ഇനി മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ 2 ഫേസസ്. ഈ ഒരു ഹെട്രോജീനസ് സിസ്റ്റത്തിൽ 2 ഫേസ്. അപ്പൊ നമ്മൾ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കൊളോയിഡൽ സൊല്യൂഷനും 2 ഫേസുകൾ ഉണ്ടാവും. അതിലൊരു ഫേസ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേഴ്സ് ഫേസ് എന്ന് വിളിക്കും. രണ്ടാമത്തേതാണ് എന്ത്? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പാർട്ടിക്കിൾസ്, പി വെച്ചിട്ട് ആലോചിക്കാം കേട്ടോ. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ പിയും പാർട്ടിക്കിൾസിന്റെ പിയും. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ്? അത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് ഇംപ്ലൈ ചെയ്യുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. അവരുടെ ഡയാമീറ്റർ എന്തായിരിക്കും? 1 to 1000 നാനോമീറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ഫേസ് ആണ് എന്ത്? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സോൾവെന്റ് ഏതിലാണ് നമ്മളെ പാർട്ടിക്കിൾസിനെ ഡിസോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സോൾവെന്റിനെ അല്ലെങ്കിൽ ആ മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പേർഷൻ മീഡിയം. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്തിനാണ് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്? ഡിസ്പേർഷൻ മീഡിയത്തില്. അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? ഇനി കൊളോയിഡൽ സിസ്റ്റത്തിന് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ 2 ഫേസ് പഠിച്ചല്ലോ, ഡിസ്പേഴ്സ്ഡ് ഫേസും പഠിച്ചു, ഡിസ്പേർഷൻ മീഡിയം പഠിച്ചു. അപ്പൊ ഇവരുടെ സ്റ്റേറ്റ് എന്താണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ എന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 8 ക്ലാസ്സസ് ആയിട്ട് അവരെ തിരിക്കാം. അതൊരു ടേബിളിനകത്ത് തന്നിട്ടുണ്ട്. 8 ക്ലാസ്സസ് കണ്ടോ, 8 ക്ലാസ്സസ് ഉണ്ട്. ഡിസ്പേഴ്സ്ഡ് ഫേസ് മാറുന്നു, ഡിസ്പേർഷൻ മീഡിയം മാറുന്നു. അനുസരിച്ച് ഡിഫറെന്റ് കൊളോയിഡൽ സിസ്റ്റംസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഇത് പഠിക്കണം കേട്ടോ. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഗ്യാസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ഗ്യാസ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, എന്താണ്? രണ്ടും ഗ്യാസ്. അപ്പോൾ ഒരെണ്ണം എന്താണ്? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഫോം അല്ലെങ്കിൽ ഫ്രോത്ത് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ എന്താണ്? സോപ്പ് ഫോം അല്ലെങ്കിൽ വിപ്പിഡ് ക്രീം ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തേത് എന്താണ്? ഗ്യാസ് ഇൻ സോളിഡ്. ഒരു സോളിഡിനകത്ത് ഗ്യാസ് പ്രസന്റ് ആയിരിക്കുക. അപ്പൊ അതിന് ഏതാണ് എക്സാമ്പിൾ? അതിന് വിളിക്കുന്ന കൊളോയിഡൽ സിസ്റ്റത്തിന്റെ പേരെന്താണ്? സോളിഡ് ഫോം എന്നാണ്. ഇപ്പൊ കേക്ക് അല്ലെങ്കിൽ ബ്രെഡ്, അതിനകത്തൊക്കെ കുഞ്ഞു ഹോൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ കേക്കും ബ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആയിട്ടുള്ള, അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഹോൾസിനകത്താണ് എന്തിരിക്കുന്നത്? ഗ്യാസ് ഇരിക്കുന്നത്. അപ്പൊ കേക്കും ബ്രെഡ് അല്ലെങ്കിൽ സ്റ്റൈറീൻ ഫോം, റബ്ബറൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് ഫോമിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഗ്യാസ്, ലിക്വിഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ലിക്വിഡ്. അതിന് വിളിക്കുന്നത് എന്താണ്? ഫോം. അപ്പൊ ലിക്വിഡിനകത്ത് ഗ്യാസ് പ്രസന്റ് ആയിരിക്കണം. അപ്പൊ നമ്മളെ സോപ്പിന്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സോപ്പിന്റെ ഫോം എന്തിലാണ് ഉണ്ടാക്കുന്നത്? ലിക്വിഡിലാണ് ഉണ്ടാക്കുന്നത്. ആ ലിക്വിഡിനകത്ത് കുഞ്ഞു കുഞ്ഞു ബബിൾസ്, ഹോൾസ് പോലെ ഉണ്ടാവും. ആ ഹോൾസിനകത്ത് എന്തിരിക്കും? ഗ്യാസ് ഇരിക്കും. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ? ആ ഫോമിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ 2 എക്സാമ്പിൾസ്, അതിന് 2 കേട്ടോ. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് വരുന്ന
രണ്ട് എക്സാമ്പിൾസ്. ഇനി അടുത്ത 3 വരുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ത് വരുന്ന ലിക്വിഡ്സ് വരുന്നതാണ് 3. അതിനകത്ത് ഓരോന്ന് ഡിസ്പേർഷൻ മീഡിയം മാറിക്കൊണ്ടിരിക്കും. ഒന്ന് ഗ്യാസ്, ഒന്ന് ലിക്വിഡ്, ഒന്ന് സോളിഡ്. അപ്പോൾ ഫസ്റ്റ് വേണം നോക്കാം ലിക്വിഡ് ഇൻ ഗ്യാസ്. ഗ്യാസിനകത്ത് എന്ത് വരണം? ലിക്വിഡ് വരണം. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ലിക്വിഡ് എയറസോൾ എന്ന് വിളിക്കും. അപ്പം മിസ്റ്റ്, നമ്മളെ എയറിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു വാട്ടറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവുക, അതിന് മിസ്റ്റ്, ഫോഗ്, ക്ലൗഡൊക്കെ എന്താണ്? ഗ്യാസിനകത്ത് ലിക്വിഡ് ഇരിക്കുന്നതാണ്. അതെന്തിന് എക്സാമ്പിളാണ്? ലിക്വിഡ് എയറസോളിന് എക്സാമ്പിളാണ്. ഇനി രണ്ടും ലിക്വിഡാണ്. നിങ്ങൾ ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേർഷൻ ഫേസും രണ്ടും ലിക്വിഡ്സ് ആണ്. അവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? എമൽഷൻസ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് വരുന്നത് മിൽക്ക്, കോഡ് ലിവർ ഓയിൽ, ക്രീം ഒക്കെയാണ് എക്സാമ്പിൾസ് വരിക. പിന്നെ അടുത്ത് വരുന്നത് ലിക്വിഡ് ഇൻ സോളിഡ്. സോളിഡിനകത്ത് ലിക്വിഡ് പ്രസന്റ് ആയിരിക്കുക. അതിനെന്താ പേര് വിളിക്കുന്നത്? എന്താണ്? ജെൽ എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ചീസ്, ബൂട്ട് പോളിഷ്, ജെല്ലീസ് ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരിക. ഇനി അടുത്ത് വരുന്നത് എന്താണ്? സോളിഡ്സ്. സോളിഡ്സ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ സോളിഡ്. അപ്പൊ സോളിഡ് എന്തിനകത്ത് പ്രസന്റ് ആയിരിക്കുക? ഗ്യാസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? സോളിഡ് എയറസോൾ. ലിക്വിഡ് ഗ്യാസിലാണെങ്കിൽ അതിനെന്താ വിളിച്ചിരുന്നത്? ലിക്വിഡ് എയറസോൾ. സോളിഡ് ആണ് ഗ്യാസിനകത്ത് ഇരിക്കുന്നത്, അതിനെന്താ വിളിക്കുക? സോളിഡ് എയറസോൾ. അതിന് എക്സാമ്പിൾസ് എയറിനകത്ത് സോളിഡ് പാർട്ടിക്കിൾ, സ്മോക്ക്, ഡസ്റ്റ്, സ്റ്റോം ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് അകത്ത് സോളിഡ് ഉണ്ടെങ്കിൽ അതിനെ എന്താ വിളിക്കുക? സോൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് ഇതാക്കി പറയാം. സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അതിനെന്താ വിളിക്കുക? സോൾ എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലിക്വിഡിനകത്ത് സോളിഡ് പാർട്ടിക്കിൾ, നമ്മുടെ കഞ്ഞിവെള്ളം, സ്റ്റാർച്ച് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, ഗോൾഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, പെയിൻസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് സോളിഡ് ആൻഡ് സോളിഡ്. സോളിഡ് ആൻഡ് സോളിഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊളോയിഡൽ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് സോളിഡ് സോൾ ആണ് അതിന് എക്സാമ്പിൾസ് പേര് വരുന്നത്. എക്സാമ്പിൾസ് വരുന്നത് ജെംസും കളേർഡ് ഗ്ലാസസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്.